മലയാളികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന മോഹൻലാൽ സിനിമയാണ് ഒടിയൻ. ശ്രീകുമാർ മേനോൻ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ ഏറെ പ്രതീക്ഷയാണ് ആരാധകർക്കുള്ളത്. ഒടിയന്റെ പോസ്റ്ററുകളും ട്രെയിലറുമെല്ലാം ഇതിനോടകം തരംഗമായി കഴിഞ്ഞു. ഡിസംബർ 14-നാണ് ഒടിയന്റെ റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. റിലീസിന് മുന്നോടിയായി ഒടിയൻ മാണിക്കിന്റെ പ്രതിമകൾ പോലും തിയേറ്ററുകളിൽ നിറഞ്ഞു കഴിഞ്ഞു. IMDbയുടെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ ഉണർത്തുന്നതും കാത്തിരിക്കുന്നതുമായ ഇന്ത്യൻ ചിത്രങ്ങളുടെ പട്ടികയിൽ 4-ാം സ്ഥാനമാണ് ഒടിയൻ നേടിയത്. ഒടിയനിലെ ആദ്യ ഗാനത്തിനും വലിയ സ്വീകരണമാണ് ലഭിക്കുന്നത്. കൊണ്ടോരാം എന്ന് തുടങ്ങുന്ന ഗാനം ഇതിനോടകം ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടുകഴിഞ്ഞു. എന്നാൽ ആരവങ്ങൾക്കും ആഘോഷങ്ങൾക്കുമിടയിൽ കേരളത്തിനായി ഒടിയൻ മുന്നിട്ടിറങ്ങുകയാണ്. പ്രളയം താണ്ടിയെത്തിയ കേരളം ഇതുവരെ പഴയ ജീവിതത്തിലേക്ക് മടങ്ങിയിട്ടില്ല. അതിനായുള്ള ധനസമാഹരണ പരിപാടികൾ പലവിധത്തിൽ പുരോഗമിക്കുന്നതേയുള്ളൂ. അതിനിടയിലാണ് ഒടിയൻ ആദ്യദിന കളക്ഷൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുമെന്ന വാർത്തകൾ എത്തുന്നത്. സിനിമാ രംഗത്തു നിന്നും വളരെയധികം സഹായങ്ങളാണ് പ്രളയത്തെ അതിജീവിക്കാൻ ലഭിച്ചത്. ഒടിയൻ എന്ന ബിഗ് ബജറ്റ് ചിത്രം 4000-ഓളം തിയേറ്ററുകളിൽ ലോകമെമ്പാടും എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. ആളുകൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒടിയൻ ആദ്യദിന കളക്ഷൻ തന്നെ റെക്കോർഡായിരിക്കും. ആ തുകയാണ് അണിയറ പ്രവർത്തകർ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാൻ ഒരുങ്ങുന്നത്. മോഹൻലാൽ ഒടിയനു വേണ്ടി ഒട്ടേറെ കാര്യങ്ങളാണ് ചെയ്തത്. 3 ഗെറ്റപ്പിലെത്തുന്ന ചിത്രത്തിനായി കഠിന പ്രയത്നത്തിലൂടെ രൂപമാറ്റം പോലും മോഹൻലാൽ വരുത്താൻ തയ്യാറായി. വ്യക്തിപരമായി മോഹൻലാലിനും ഒപ്പം ആരാധകർക്കും മലയാളികൾക്കും ഒരുപോലെ വൻ പ്രതീക്ഷയാണ് ഒടിയൻ നൽകുന്നത്. എന്തായാലും മലയാളികൾക്ക് കൈത്താങ്ങാകാൻ ഒടിയൻ ഒരുങ്ങുന്നുവെന്ന വാർത്ത സിനിമയോടുള്ള ആവേശം വർദ്ധിപ്പിച്ചിട്ടേയുള്ളൂ. കേരളത്തിന് കൈത്താങ്ങാവേണ്ട സമയത്ത് കൃത്യമായ തീരുമാനമാണിതെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായവും. ആന്റണി പെരുമ്പാവൂരാണ് ചിത്രത്തിന്റെ നിർമ്മാണം. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.